യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അനുദിനം നമ്മളെ താങ്ങുന്ന, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന, ആശ്വാസം നൽകുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ വേദനകളിൽ നമുക്ക് ആശ്വാസം നൽകുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് യേശുവിനെ ഒത്തിരി സ്നേഹിക്കാം. പാപത്തിൽ നിന്നും പാപപ്രവൃത്തികളിൽ നിന്നും ഓടി അകലാം. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യൻ ആദം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതി തൻ്റെ ആത്മാവിനെ കൊടുത്തു. അങ്ങനെ ആദം ജീവനുള്ളവനായിട്ട് തോന്നുന്നു. ആദത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ആണ് ഹവ്വായെ സൃഷ്ടിക്കുന്നത്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി എന്ന് ആദം പറയുന്നുണ്ട്, മാംസത്തിൽ നിന്നുള്ള മാംസം. അങ്ങനെ ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവർക്ക് മക്കൾ ജനിച്ചു. അപ്പം വിവാഹത്തിലൂടെ ദൈവം തലമുറകളെ നൽകുകയാണ്, ജീവനെ പകരുകയാണ്. ഭാര്യാഭർത്തൃബന്ധത്തിലൂടെ ജീവൻ, അടുത്ത തലമുറ, മക്കൾ ജനിക്കുന്നു. വിവാഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം അത് തന്നെ, മക്കൾ വേണം, മക്കളുടെ സമൃദ്ധി. മനുഷ്യന് ദൈവം നൽകിയ ആദ്യത്തെ അനുഗ്രഹം അത് തന്നെയാണ്. 31:28 ഞങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. സന്താന സമൃദ്ധി പെരുകി ഭൂമിയെ കീഴടക്കാൻ, ഈ ഭൂമിയെ കീഴടക്കാൻ കർത്താവ് പറയുന്നത്. മനുഷ്യന് എല്ലാറ്റിൻ്റെ മേൽ ആധിപത്യം നൽകി. വിവാഹത്തിലൂടെ ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ചു ജീവിക്കുന്നതിലൂടെ, അവിടെ ശരീരങ്ങൾ സ്നേഹത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ മക്കൾ ജനിക്കുക, ജീവന്റെ സമൃദ്ധി ഉണ്ടാവുക. വിവാഹത്തിലൂടെ ദൈവം തലമുറകളെ നൽകി അനുഗ്രഹിക്കുക. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 18-19 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം. കർത്താവ് പറഞ്ഞു, സോദോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്. സോദോമിനും ഗൊമോറായ്ക്കുമെതിരെയുള്ള നിലവിളി അത് വലുതാണ്, അവരുടെ പാപം വളരെയേറെ ഗുരുതരമേറിയതാണ്. സോദോം ഗൊമോറ നിവാസികൾ ചെയ്ത
പാപമെന്താ? അവർ ചെയ്ത പാപമെന്ന് പറയുന്നത് സ്വവർഗഭോഗം. പുരുഷനും സ്ത്രീയും തമ്മിൽ ഒന്നിച്ചു ജീവിക്കുക, പാപം ചെയ്യാം. പുരുഷനും ഒന്നിച്ചു ജീവിച്ചാൽ ജീവന്റെ സമൃദ്ധി ഉണ്ടാവുന്നില്ല. അക്കാരണത്താൽ അത് ഗുരുതരമായ പാപമാണ്. സ്ത്രീയും ഒന്നിച്ചു ജീവിച്ചാൽ ജീവന്റെ സമൃദ്ധി ഉണ്ടാവുന്നില്ല. അത് ഗൗരവമുള്ള, വളരെയേറെ സങ്കീർണമായ, ദൈവസന്നിധിയിൽ വളരെ വളരെ ഗൗരവമുള്ള പാപം തന്നെയാണ് സ്വവർഗഭോഗം എന്നുള്ള പാപം. സ്വവർഗഭോഗത്തിന് അടിമകളായ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്. അവർ കൊച്ചുകുട്ടികളെയൊക്കെ ദുരുപയോഗം ചെയ്യാറുണ്ട്. വളരെ മ്ലേച്ഛകരമായ പാപജീവൻ നയിക്കുന്ന സ്വവർഗഭോഗികളുണ്ട്. സ്വയംഭോഗം, സ്വവർഗഭോഗം, മൃഗഭോഗം, ഇതെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിശുദ്ധിക്കെതിരെയുള്ള പാപമാണ്. നമ്മുടെ ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ആ ദൈവാത്മാവിൻ്റെ ആലയമായ ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന ഗൗരവമുള്ള പാപമാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ വഴികളിൽ ജീവിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. സോദോം ഗൊമോറ ദേശത്തെ ദൈവം ശിക്ഷിക്കുവാൻ തീരുമാനമെടുക്കുക. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന അബ്രാഹത്തോട് ദൈവം ഇക്കാര്യം അറിയിച്ചു. അബ്രാഹത്തിന് ഒരു വെളിപ്പെടുത്തൽ കിട്ടി. ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് അബ്രാഹാം പറയുക, അങ്ങ് ആ ജനത്തെ നശിപ്പിക്കരുത്. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഇല്ലാതെ പോയി, 40, 30, അവസാനം 10 നീതിമാന്മാർ പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. 10 നീതിമാന്മാരെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോദോം ഗൊമോറയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്, ലോത്തിന്റെ കുടുംബം. ദൈവം അഗ്നി ഇറക്കി നശിപ്പിക്കുന്നതിന് മുമ്പ് ലോത്തിന്റെ കുടുംബത്തെ മാത്രമാണ് അവിടെ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുന്നത്. എന്നിട്ടും ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായിട്ട് മാറുകയാണ്. നമ്മൾ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ വഴിക്കിറങ്ങുക, പിന്തിരിഞ്ഞു നോക്കരുത്. കഴിഞ്ഞകാല ജീവിതം അനുഭവിച്ച ജഡമോഹങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും സുഖങ്ങളിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാനായിട്ട് പാടില്ല, തിരിഞ്ഞു നോക്കാൻ പാടില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, അതവിടെ അവസാനിക്കുക. എന്തുകൊണ്ടാണ് സ്വർഗഭോഗത്തിനും മ്ലേച്ഛപാപങ്ങൾക്കും പുരുഷനും സ്ത്രീയും അടിമയാകുന്നത്? അതിനുള്ള ചില കാരണങ്ങൾ. ഒന്ന്, വളരെ ബാല്യപ്രായത്തിലും കൗമാരത്തിലും കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിലൂടെ ആസക്തികൾക്ക് അടിമകളായിട്ട് കുഞ്ഞുങ്ങൾ മാറുകയാണ്, പൈശാചിക സ്വാധീനത്തിലേക്ക് വരികയാണ്. അങ്ങനെ അവർ വളരുമ്പോൾ അവർ ഈ ഒരു പാപത്തിൻ്റെ അടിമത്വത്തിൽ ജീവിക്കുന്നു. അവരും അനേകരെ സ്വർഗഭോഗത്തിലേക്ക് നയിക്കുന്നു. ഒരു കാരണം. മറ്റൊന്ന്, ചില മാനസിക വൈകല്യങ്ങൾ. ഈ വൈകല്യങ്ങളുള്ളവർ അമിതമായ ലൈംഗിക ആസക്തിക്കും ഇതുപോലെ മൃഗഭോഗം, മ്ലേച്ഛപാപങ്ങൾ, ലൈംഗിക വൈകൃതങ്ങൾ, അതിനൊക്കെ അടിമകളായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മറ്റൊന്ന്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തെറ്റായ അറിവുകൾ മുതിർന്നവരിൽ ലഭിക്കുക. ഈ തെറ്റായ അറിവുകൾ കിട്ടിയിട്ട് ലൈംഗികതയുടെ തെറ്റായ വഴികളിലൂടെ ബാല്യപ്രായത്തിലും യൗവനത്തിലൊക്കെ ആകുമ്പോൾ കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. അതുപോലെ മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ലൈംഗിക അരാജകത്വത്തിൽ ജീവിക്കുന്നവർ, വേശ്യാവൃത്തി ജീവിക്കുന്നവർ, മ്ലേച്ഛതയെ മുടി ജീവിക്കുന്ന വലിയ സമൂഹങ്ങൾ ലോകത്തിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ശക്തി എന്ന് പറയുന്നത് പിശാച് മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുകയാണ്. ദൈവത്തിൻ്റെ ആലയമായി ശരീരത്തെ നശിപ്പിക്കുവാൻ സാത്താൻ ഈ പാപത്തിൻ്റെ ആസക്തി കൊടുത്ത് അവരെ നയിക്കുകയാണ്. ഇതിൽ നിന്ന്
ഒരു വിടുതൽ ആവശ്യമുണ്ട് അനേക മക്കൾക്ക്. ദൈവം സോഡോം ഗൊമോറയെ നശിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തു. ഉൽപ്പത്തി 19:13 ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു. സോദോം ഗൊമോറയുടെ മേൽ അഗ്നിയും ഗന്ധകവും വർഷിച്ച് ദൈവം കത്തിച്ചു നശിപ്പിക്കുക. ഉൽപ്പത്തി 19:24 കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവിശേഷമാക്കി. പാപം പെരുകി സ്വർഗഭോഗത്തിന് അടിമകളായ ഒരു വലിയ സമൂഹം ജീവിച്ചിരുന്ന സോദോം ഗൊമോറയുടെ മേൽ അഗ്നി ഇറക്കി അവിടെ ദഹിപ്പിക്കപ്പെട്ടുവെന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ആ സ്ഥലങ്ങൾ ഉണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ വെറും ഉപ്പ് മാത്രമേ ഉള്ളൂ. ഒരു പുൽച്ചെടി പോലും മുളയ്ക്കാത്തതുപോലെ ആ സ്ഥലങ്ങൾ അവിടെയുണ്ട്. ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയുക, പാപത്തിൽ നിന്ന് ഓടിയകലുക. പ്രത്യേകിച്ച് ലൈംഗികതയിലുള്ള മ്ലേച്ഛ പാപങ്ങൾ, അതിലേറ്റവും ഗൗരവമുള്ള പാപമാണ് സ്വർഗഭോഗം. ഈ സ്വർഗഭോഗത്തെ ന്യായീകരിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങളൊക്കെ ലോകത്തിലെമ്പാടുമുണ്ട്. ചില രാജ്യങ്ങളിൽ സ്വർഗഭോഗികൾക്ക് വിവാഹം കഴിച്ചൊന്നിച്ചു ജീവിക്കാൻ ഗവൺമെൻറ് നിയമമുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തികൾ തന്നെയാണ്. ദൈവത്തിൻ്റെ നിയമത്തെ, ദൈവത്തിൻ്റെ വചനത്തെ വെല്ലുവിളിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ പുച്ഛിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതിനൊക്കെ ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ട ഒരു കാലം ഉണ്ടാവും. റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വചനങ്ങൾ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അക്കാരണത്താൽ, ഏത് കാരണം? തുടർന്ന് പറയുകയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. എന്താണ് സ്വാഭാവിക ബന്ധം? വിവാഹത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുന്നതാണ് സ്വാഭാവിക ബന്ധം. വിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീയും പുരുഷനും ഒന്നായാൽ അത് വ്യഭിചാരമാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ പരപുരുഷനോടൊപ്പം ജീവിച്ചാൽ അത് വ്യഭിചാരമാണ്. പുരുഷൻ പരസ്ത്രീയോടൊപ്പം ജീവിച്ചാൽ അത് വ്യഭിചാരമാണ്. അത് സ്വാഭാവിക ബന്ധങ്ങളെ വിട്ടുകൊണ്ട് സ്ത്രീകൾ സ്ത്രീകളും പുരുഷന്മാർ പുരുഷന്മാരും പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. സ്വാഭാവിക ബന്ധം അവർ ഉപേക്ഷിച്ച് പരസ്പരാസക്തി. സ്വാഭാവിക ബന്ധം എന്താ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം സ്വാഭാവിക ബന്ധം. അത് ജീവൻ ഉണ്ടാകാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ വികാരമാണ്. അത് പരിശുദ്ധമാണ്, അത് നിർമ്മലമാണ്. അതാണ് വിവാഹത്തിൻ്റെ പവിത്രത എന്ന് പറയുന്നത്. അതിനെ നശിപ്പിച്ചുകൊണ്ട് ആസക്തി. എന്താസക്തി? ജഡത്തിൻ്റെ ആസക്തി, അമിതമായ ലൈംഗിക കാമ ആസക്തി. അത് നിറഞ്ഞിട്ട് പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു. സ്ത്രീയും തമ്മിൽ മ്ലേച്ഛകരമായ അശുദ്ധിക്ക് അടിമകളായിട്ട് ജീവിക്കുന്നു. ഇതിനെ ആര് ന്യായീകരിച്ചാലും ആര് നിയമമുണ്ടാക്കിയാലും പാപം തന്നെയാണ്. പാപം ചെയ്തോ അതിൻ്റെ തകർച്ചകളും പരിണിത ഫലങ്ങളും അനുഭവിക്കേണ്ടി വരും വ്യക്തികളും കുടുംബങ്ങളും സമൂഹമൊക്കെ. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വചനം പറയുക, ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായിട്ട് അവർക്ക് തോന്നുക. എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്ന് പറയാനായിട്ട് അവർക്കൊരു പോരായ്മ. അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അവർ തള്ളിക്കളയുക. നിരീശ്വരവാദം, ഭൗതികവാദം, ശാസ്ത്രം,
ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന അനേക വ്യക്തികളുണ്ട്. അവർക്ക് ദൈവത്തെ അംഗീകരിക്കാൻ പ്രയാസമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കാൻ പ്രയാസമാണ്. എല്ലാം ശാസ്ത്രമാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ശാസ്ത്രത്തിൻ്റെ പുറകെ പോകുന്നവർ, ദൈവത്തെ തള്ളിപ്പറയുന്നവർ ഈ കാലഘട്ടത്തിൽ ധാരാളം പേരുണ്ട്. നിരീശ്വരവാദികളും ദൈവനിഷേധികളും ഒക്കെയുണ്ട്. കൊറോണയെ പേടിച്ച് അവരും മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കൊറോണ വൈറസ് ദുരന്തം ആരംഭിച്ചിട്ട് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു, ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അവർ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാവണം മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ. അവർ ദൈവത്തെ നിഷേധിക്കുന്ന ഈ നിരീശ്വരവാദികൾ എന്തിനായി മാസ്ക് വെക്കുന്നത്? അവരെന്തിനായി കൊറോണയെ പേടിക്കുന്നത്? കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരു ചെറിയ വൈറസിനെ എന്തിനാണ് അവർ പേടിക്കുന്നത്? അവർ വലിയ ആളുകളല്ലേ? ദൈവത്തെ അംഗീകരിക്കാതെ ഈ ഭൂമിയിലെ വലിയ ആളുകളാണെന്ന് അവരുടെ ധാരണ. തെറ്റിപ്പോയി. ദൈവത്തെ അംഗീകരിക്കുന്ന മനുഷ്യനാണ് ഈ ഭൂമിയിൽ ദൈവം അംഗീകരിക്കുന്ന മനുഷ്യൻ. വചനം പറയുന്നുണ്ടല്ലോ, എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. വിശുദ്ധ ബൈബിളിലെ വചനമായത്. ആ ദൈവത്തെ തള്ളിപ്പറയുന്നവര്, ദൈവത്തെ നിഷേധിക്കുന്നവര്, ദൈവിക നിയമങ്ങളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ അവഹേളിക്കുന്നവര്, പുച്ഛിക്കുന്നവര്, പോരായ്മയെ കാണുന്നവരെ ഓർത്തുകൊള്ളുക. നീതി വിധിക്ക് മുൻപിൽ ഒരു ദിവസം നിങ്ങൾ എത്ര മിടുക്കനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചാലും ഒരിക്കൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സ്വർഗഭോഗത്തെ, സ്വയംഭോഗത്തെ, വ്യഭിചാരത്തെ, മറ്റു മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങളെ അംഗീകരിക്കുവാൻ, അത് ശരിയാണെന്ന് വരുത്തി തീർക്കുവാൻ ആര് ശ്രമിച്ചാലും വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗഭോഗം പാപമാണ്. സ്വർഗഭോഗം ഗൗരവമേറിയ പാപം തന്നെയാണ്. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്ന മറ്റൊരു വചനഭാഗമുണ്ട്. എഫേസോസ് 2-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. എഫേസോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായി, മരിച്ചുപോയി. ആത്മാവിൻ്റെ മരണമാണ് പറയുന്നത്. പാപങ്ങളും അപരാധങ്ങളും മ്ലേച്ഛതകളും ചെയ്ത് ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന ജീവൻ നയിച്ചു. നിങ്ങൾ ആത്മാവിൽ മൃതരായി, ആത്മാവിൽ മരിച്ചവരായിട്ട് മാറി. ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു. ഈ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് നിങ്ങൾ പോയി. ഈ ലോകത്തിൻ്റെ മനുഷ്യർ പറയുന്ന തത്വശാസ്ത്രങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾക്ക് പിന്നാലെ ഗതി പിന്തുടർന്നു നിങ്ങൾ. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തികൾ. ആരാണ് ഈ അനുസരണക്കേടിൻ്റെ മക്കൾ? ആദ്യം അനുസരണക്കേട് കാണിച്ചതാരാ? ഹവ്വ, പിന്നെ ആദം. ദൈവത്തെ ധിക്കരിച്ചവർ പാപം ചെയ്തു. ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുന്നതാണ് അനുസരണക്കേട്. ദൈവം നൽകിയ 10 കൽപ്പനകൾ നിഷേധിക്കുന്നതാണ് അനുസരണക്കേട്. ദൈവത്തെ നിഷേധിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും നിഷേധിക്കുന്നത് അനുസരണക്കേടായിട്ട് മാറുകയാണ്. അവിടെ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അന്തരീക്ഷ ശക്തിയുടെ അധീശൻ അതാരാണ്? പിശാച്. പിശാച് ഈ ഭൂമിയിലുണ്ട്. അന്തരീക്ഷത്തിൽ പോലും പിശാചുകളുടെ സാന്നിധ്യമുണ്ട്. ചില വ്യക്തികളിലുണ്ട്, ചില സ്ഥലങ്ങളിലുണ്ട്. ഈ അന്തരീക്ഷ ശക്തികളെ, അധീശനെ അനുസരിച്ചുമാണ് അവർ നടന്നിരുന്നത്. അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം, അനുസരണക്കേടിൻ്റെയും മക്കളോടൊപ്പം ഒരു കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു.
ഒരു കാലത്ത് നിങ്ങൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജഡമോഹങ്ങളിൽ നിങ്ങൾ ജീവിച്ചു. ഈ അനുസരണക്കേടിൻ്റെ മക്കളുടെ കൂടെ നിങ്ങൾ ജീവിച്ചു. അവർ ചെയ്ത പാപത്തിൽ നിങ്ങൾ പങ്കുചേർന്നു. അവർ ചെയ്ത മ്ലേച്ഛതകളിൽ നിങ്ങൾ പങ്കുപറ്റി. അവൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളിൽ ജീവിച്ചു. അവൾ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന ജീവിതം, മനസ്സിൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾ പോയി. ദൈവത്തിൻ്റെ ആത്മാവിനെ ധിക്കരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനെ മറന്നുകൊണ്ട്, വചനത്തെ വിട്ട് ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗഭോഗത്തിനും സ്വയംഭോഗത്തിനും ബ്ലൂ ഫിലിം കാണാനും രതിവൈകൃതങ്ങൾക്കും കാമവികാരങ്ങൾക്കും അശുദ്ധിക്കും അടിമപ്പെട്ട് സ്ത്രീയും പുരുഷനും ജീവിച്ചു. ഇവരെ നയിച്ചത് പിശാചാണ്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ശരിക്കും പിശാച് കുടികൊള്ളുന്നു. പിശാച് അവരെ ആവസിച്ചിരിക്കുക. നമ്മുടെ ധ്യാനങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ടറിയാം, ഇതുപോലെ സ്വർഗഭോഗത്തിനൊക്കെ അടിമകളായിട്ടുള്ളവർ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശരിക്കും അവരിൽ ഈ ഒരു പിശാചിൻ്റെ ആ ഒരു സാന്നിധ്യമുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 4 പറയുന്നുണ്ട്, അവർ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ കൂട്ടാക്കിയില്ല, അതിന് അവരെ അനുവദിച്ചില്ല, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ അവർക്ക് സാധിച്ചില്ല. കാരണം എന്താ? അവരിൽ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം കുടികൊള്ളുന്നു. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് ബാധിച്ചിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരം ചെയ്യും. സ്വർഗഭോഗത്തിൻ്റെ ആത്മാവ് ബാധിച്ച, പിശാച് ബാധിച്ച സ്ത്രീ പുരുഷന്മാർ സ്വർഗഭോഗം ചെയ്യും. സ്വയംഭോഗം, മ്ലേച്ഛത, ഇതൊക്കെ ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ മനസ്സിനെ, ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ സാധിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു പിശാച് ആ വ്യക്തിയിൽ കുടികൊള്ളുന്നു, പിടിമുറുക്കിയിരിക്കുന്നു. ഈ പിശാചിൻ്റെ സാന്നിധ്യം ആ വ്യക്തിയെ വിട്ടുമാറാതെ ഈ വ്യക്തിക്ക് ഈ പാപത്തിൽ നിന്ന് വിടുതലില്ല. ഈ പൈശാചിക സ്വാധീനം വിട്ടുപോകണം. വ്യഭിചാരത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ ഒക്കെ ആത്മാവ് വിട്ടൊഴിയണം. ഇതിന് അടിമത്വത്തിലായിരിക്കുന്നവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അഭിഷേകമുള്ള വ്യക്തികളെ കണ്ട് കൈവപ്പും പ്രാർത്ഥനയൊക്കെ മേടിച്ചാൽ അങ്ങനെയൊക്കെ അനേകർക്ക് ഈ വിധ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വർഗഭോഗം, ഈ മേഖലയിലുള്ള പാപങ്ങളെല്ലാം ഗൗരവമേറിയ തിന്മയാണ് ദൈവസന്നിധിയിൽ. ഈ പാപത്തിൽ നിന്ന് നമുക്ക് ഓടിയകലാം. നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ഈ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ ആത്മാർത്ഥമായി നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കലും സ്വർഗഭോഗം, സ്വയംഭോഗം, മൃഗഭോഗം ഇങ്ങനെയുള്ള പാപങ്ങളിൽ ഉൾപ്പെടരുത്. സ്വർഗഭോഗത്ത് ജീവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അതിൽ നിന്ന് പിന്മാറുക. ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള, ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെയുള്ള ഗൗരവമേറിയ ഗുരുതരമായ പാപമാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കരുണ കാണിക്കട്ടെ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എനിക്കൊരു മെയ് മാസം എൻ്റെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടുപ്പ് പോലെ ഉണ്ടായിരുന്നു. അത് ബയോപ്സിക്ക് അയച്ചു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും അവിടെ ഒരു പൊള്ളൽ പോലെ വന്നു. അത് പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ മിക്കവാറും പോസിറ്റീവായിരിക്കും, അതിൻ്റെ തുടർ ചികിത്സകൾ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ഇവിടെ പ്രാർത്ഥനയിൽ വന്ന് പങ്കെടുത്തു. വളരെയധികം പ്രയാസത്തോടെ പ്രാർത്ഥിച്ചു. ഇത് എനിക്ക് നെഗറ്റീവായി വരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന്. അതനുസരിച്ച് റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായി. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.